നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തിഗീതം. വൺ ഡേ വൺ ശ്ലോകം. ശ്രീമദ് മഹാഭാഗവത മഹാത്മ്യം 602. Today second sloka of 6th chapter. For details please see the description box. ഗീതാസ് ഭക്തിഗീതം ഒരു ദിവസം ഒരു ശ്ലോകം. ശ്രീമദ് മഹാഭാഗവത മഹാത്മ്യം 602 ദിവസം. ഇന്ന് 6ാമത്തെ അധ്യായത്തിലെ 2ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമ. ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമ. ഓം തത്സത്. കൃഷ്ണം നാരായണം വന്ദേ. കൃഷ്ണം വന്ദേ വ്രജപ്രിയം. കൃഷ്ണം ദ്വൈപായനം വന്ദേ. കൃഷ്ണം വന്ദേ പ്രഥാസുതം. ശ്രീപരമാനന്ദനാഥനായ അദ്വൈതദീപമായി മോക്ഷേക്ഷു വൃന്ദമന്ദാരമായി കാരുണ്യവാരിധിയായി വിഭൂദേശനാം നാരായണൻ മമ മന്ദത മാറ്റണം. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവത മഹാത്മ്യം 6ാമത്തെ അധ്യായത്തിലെ 2ാമത്തെ ശ്ലോകം. ഓം തത്സത്. ദൈവജ്ഞം തു സമാഹൂയ മുഹൂർത്തം പൃച്ഛയത്നത വിവാഹേ യാദൃശം ചിത്തം താദൃശം പരികൽപ്പയേത്. ദൈവജ്ഞം തു സമാഹൂയ മുഹൂർത്തം പൃച്ഛയത്നത വിവാഹേ യാദൃശം ചിത്തം താദൃശം പരികൽപ്പയേത്. ഓം തത്സത്. ഒരു ജ്യോതിശാസ്ത്രം അറിയുന്ന നല്ല ഒരു ആളെ വിധിപ്രകാരം വിളിച്ചു വരുത്തി ഈ ശ്രീമദ് മഹാഭാഗവത ആരംഭിക്കുവാൻ വേണ്ടി സമുചിതമായ ഒരു മുഹൂർത്തം നിശ്ചയിക്കണം. എപ്രകാരമാണോ നമ്മൾ വിവാഹത്തിനും മറ്റും മുഹൂർത്തം നിശ്ചയിച്ച് സന്തോഷമായ മനസ്സോടുകൂടി ചെയ്യുന്നത്, അപ്രകാരം തന്നെ ഈ ശ്രീമദ് മഹാഭാഗവത സപ്താഹയജ്ഞവും നടത്തണം എന്നാണ് സനകാദികൾ ഈ ശ്ലോകത്തിൽ പറയുന്നത്. മനസ്സ് സന്തോഷമായിരിക്കണം. സന്തോഷമായ ഒരു കാര്യം ചെയ്യുമ്പോൾ നമ്മൾ അതിന് ആരംഭിക്കുവാൻ വേണ്ടി മുഹൂർത്തമൊക്കെ നിശ്ചയിക്കും. അതേ പ്രകാരം മുഹൂർത്തം നിശ്ചയിച്ച് വളരെ സന്തോഷത്തോടു കൂടി ശ്രീമദ് മഹാഭാഗവത കഥ ആരംഭം ചെയ്യണം എന്ന് ഈ ശ്ലോകത്തിൽ ഉറപ്പിച്ച് പറയുകയാണ്. സനകാദികൾ നാരദാദികൾക്ക് പറഞ്ഞു കൊടുക്കുന്നതാണ് സന്ദർഭം. ശ്ലോകം ഒരിക്കൽ കൂടി. ദൈവജ്ഞം തു സമാഹൂയ മുഹൂർത്തം പൃച്ഛയത്നത വിവാഹേ യാദൃശം ചിത്തം. വിവാഹത്തിന് എപ്രകാരം മനസ്സ് സന്തോഷകരമായിട്ടുണ്ടാകുമോ താദൃശം പരികൽപ്പയേത്. വിവാഹേ യാദൃശം ചിത്തം താദൃശം പരികൽപ്പയേത്. ഓം തത്സത്. എല്ലാവരുടെയും നന്മയ്ക്കും ആയുരാരോഗ്യത്തിനുമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവത് സമക്ഷം ഈ ശ്ലോകം സമർപ്പിക്കുന്നു. ഗീതാരാജൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ വെരി നൈസ് ഡേ. ഗോഡ് ബ്ലസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും ഉണ്ടാകട്ടെ. ഓം തത്സത്.